വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്ന NCERT സിലബസിലെ 5ാം ക്ലാസ്സിലെ ഇൻഫർമേഷൻ കാർഡ് മുതലുള്ള ഭാഗങ്ങളാണ്. നമുക്ക് ഇതൊന്ന് പഠിക്കാം. ഇൻഫർമേഷൻ കാർഡ് ആദ്യം കാണിച്ചിരിക്കുന്ന പടം ഡ്രാഗൺ ഫ്ലൈയുടേതാണ്. ഡ്രാഗൺ ഫ്ലൈക്ക് മലയാളത്തിൽ തുമ്പി എന്നാണ് പറയുന്നത്. ഡ്രാഗൺ ഫ്ലൈ ഫാസ്റ്റ് ആൻഡ് ലൈസ് എഗ്സ് നിയർ വാട്ടർ. വേഗത്തിൽ പിറക്കുന്നു, വെള്ളത്തിന് സമീപത്തൊക്കെ മുട്ടയിടും. ഈറ്റ്സ് മസ്കിറ്റോസ്, കൊതുകിനെയൊക്കെ തിന്നുന്നു. അടുത്തത് വാട്ടർ സ്കോർപ്പിയനാണ്. വാട്ടർ സ്കോർപ്പിയൻ ജലത്തിൽ കാണുന്നൊരു ഇൻസെക്റ്റാണ്. ഇൻസെക്റ്റ് വിത്ത് പിൻസേഴ്സ്, ലീവ്സ് അണ്ടർ വാട്ടർ, ബ്രീഡ്സ് യൂസിങ് എ ടെയിൽ ട്യൂബ്. പോണ്ട് ഹെറോൺ, മുണ്ടി എന്നാണ് പോണ്ട് ഹെറോണിന് മലയാളത്തിലുള്ള ഒരു പേര്. എ ബേർഡ് വിത്ത് ലോങ് ലെഗ്സ്, നീളമുള്ള കാലുള്ള ജീവി. ദാറ്റ് സ്റ്റാൻഡ് സ്റ്റിൽ ടു ക്യാച്ച് ഫിഷ്, അതനങ്ങാതെ നിൽക്കും. ജലത്തിലെ മീനിനെ പിടിക്കാനായിട്ടേ അതനങ്ങാതെ അങ്ങ് നിൽക്കും. ഫ്രഷ് വാട്ടർ ടർട്ടിൽസ് എന്ന് പറഞ്ഞാൽ ശുദ്ധജലത്തിലൊക്കെ കാണുന്ന ആമയില്ലേ, അതാ. എ സോഫ്റ്റ് ഷെൽഡ് ടർട്ടിൽ ദാറ്റ് ലിവ്സ് ഇൻ പോൺസ് ആൻഡ് റിവേഴ്സ്. കുളങ്ങളിലും നദികളിലുമൊക്കെ കാണുന്ന, ജലത്തിൽ കാണുന്ന ആമ, അതാ ഈ ഫ്രഷ് വാട്ടർ ടർട്ടിൽ എന്ന് പറയുന്നത്. ദെൻ വാട്ടർ സ്നേക്ക്, നമ്മൾ നീർക്കോലി എന്ന് പറയാറില്ലേ, അത് തന്നെ. ഹാംലെസ് വാട്ടർ സ്നേക്ക്, ഹാംലെസ് ആണ്, എന്നാൽ വിഷമൊന്നുമില്ല. ദാറ്റ് ഈറ്റ്സ് ഫിഷ് ആൻഡ് ഫ്രോഗ്സ്, അത് മീനെയൊക്കെ പിടിച്ച് തിന്നും, തവളകളെയൊക്കെ പിടിച്ച് തിന്നും. അടുത്തത് റീഡ്സ്. റീഡ്സ് എന്ന് പറഞ്ഞാൽ ഈറ്റ എന്ന് പറയുന്ന ചെടിയാണ്. പല ഇനത്തിൽപ്പെട്ട ഈറ്റകളുണ്ട്. ഗ്രോസ് അലോങ് ദി എഡ്ജസ് ഓഫ് പോൺസ്, കുളങ്ങളുടെ കരിയിലെ. പിന്നെ അതിൻ്റെ സ്വഭാവം ടോളാണ്, നല്ല ഉയരം കൂടിയാണ്. ഗ്രാസ് ലേക്കാണ്, ഗ്രാസിൻ്റെ ഇനത്തിൽപ്പെട്ടതാണ്, അതുകൊണ്ടാണ് ഗ്രാസ് ലേക്ക് എന്ന് പറയുന്നത്, കേട്ടോ. അടുത്തത് ലോട്ടസ് ആൻഡ് വാട്ടർ ലില്ലി. താമരയും വാട്ടർ ലില്ലി എന്ന് പറഞ്ഞാൽ ആമ്പൽ. റൂട്ടഡ് ഫ്ലോട്ടിംഗ് ആണ്, വേരൊക്കെ ഉണ്ട്, ഫ്ലോട്ട് ചെയ്യുന്ന ചെടിയാണ്. പക്ഷേ വേരൊക്കെ ഉണ്ട്, ചെളിയിൽ വേര് ഉറപ്പിച്ചിരിക്കും. ഫ്ലവേഴ്സ് ഫ്ലോട്ട് ഓൺ വാട്ടർ. ഫ്ലവേഴ്സ് മാത്രമല്ല, ഫ്ലവേഴ്സ് ആൻഡ് ലീവ്സ് ഫ്ലോട്ട് ഓൺ വാട്ടർ. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഇലയും പൊങ്ങി നിൽക്കുന്ന പൂവുമാണ്. പിന്നെയോ റൂട്ട് സ്റ്റേ ഇൻ ദ പോണ്ട് ബെഡ്സ്. കുളത്തിൻ്റെ അടിത്തട്ടിൽ അതിന് വേര് ഉറപ്പിച്ചിരിക്കും. അടുത്ത വാട്ടർ ഹയാസിന്താണ്. വാട്ടർ ഹയാസിൻസ് നീലോൽപ്പലമെന്നും പറയും. നീലോൽപ്പലം. ഈ പ്ലാന്റ് ഫ്രീ ഫ്ലോട്ടിംഗ് ആണ്, വെള്ളത്തിൽ സ്വതന്ത്രമായിട്ട് മുൻകിടക്കുന്നതാണ്. ഒഴുക്കത്തൊഴുകിയൊക്കെ നടക്കും. എ ഫാസ്റ്റ് ഗ്രോവിങ് പ്ലാന്റ്, വളരെ പെട്ടെന്ന് വളരും. ദാറ്റ് ഫ്ലോട്ട്സ് ആൻഡ് സ്പ്രെഡ്സ് ഓൺ വാട്ടർ, അത് വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുകയും പടർന്ന് വളരുകയും ചെയ്യും. നമുക്ക് അടുത്ത പേജ് നോക്കാം. ആക്ടിവിറ്റി 8. വിസിറ്റ് എ ലോക്കൽ വാട്ടർ ബോഡി ലൈക്ക് എ പോണ്ട്. ഒരു ലോക്കൽ വാട്ടർ ബോഡി നിങ്ങൾ വിസിറ്റ് ചെയ്യണം. അത് കുളവാകട്ടെ, ലേക്ക് തടാകമാകട്ടെ, ഓർ ആൻ അക്വേറിയം, അല്ലെങ്കിൽ ഒരു അക്വേറിയം ആകട്ടെ. വിത്ത് ടീച്ചർ ഓർ പേരൻസ്, ടീച്ചറിൻ്റെ കൂടെയോ പേരൻസിൻ്റെ കൂടെയോ ആകട്ടെ. ആൻഡ് ഒബ്സർവ് ലൈഫ്, അവിടുത്തെ ജീവിതമൊക്കെ ഒന്ന്, ജലജീവികളെയും അവിടുത്തെ അല്ലാത്ത ജീവികളെയൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യുക, നിരീക്ഷിക്കുക. ആൻഡ് അറൗണ്ട് ദ വാട്ടർ ബോഡി, എവിടെയാണ്? ഒബ്സർവ് ലൈഫ് ഇൻ ആൻഡ് അറൗണ്ട് ദ വാട്ടർ ബോഡി. ആ വെള്ളത്തിലോ വെള്ളത്തിൻ്റെ കരയിലുള്ള ജീവജാലങ്ങളെയൊക്കെ ശ്രദ്ധിച്ചേ. ബേസ്ഡ് ഓൺ യുവർ ഒബ്സർവേഷൻ, നിങ്ങളുടെ നിരീക്ഷണത്തിനനുസരിച്ചിട്ട് കംപ്ലീറ്റ് ദ ഫോളോവിങ് ടേബിൾ. താഴെ പറയുന്ന ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണേ. ആദ്യത്തെ കോളം നോക്കുക. നെയിം ഓഫ് ദ ബേർഡ് ഓർ ആനിമൽ. ബേർഡിനെ ആനിമൽസിനെയൊക്കെ താഴേക്ക് അവരുടെ പേര് എഴുതണം. അതിൻ്റെ അടുത്ത മൗത്ത് ഓർ ബീക്ക്, അത് താഴേക്ക് എഴുതണം. അതിൻ്റെ അടുത്ത മൂവ്മെൻറ്റ് ത്രൂ ലെഗ്സ്, ഫീറ്റ് ഓർ ഫിൻസ്, അതും താഴേക്ക് എഴുതണം. അതിനുശേഷം അതിൻ്റെ പടവും ഒന്ന് വരയ്ക്കണം. മനസ്സിലായോ? ആദ്യത്തേത് ഫിഷിനെ പറ്റിയാണ്. മൗത്ത് ഓർ ബീക്ക്, അവിടെ നമ്മൾ എഴുതുന്ന റൗണ്ട് മൗത്ത് ഫേസിങ് അപ്വേർഡ്സ്, അങ്ങനെ എഴുതാം. അത് കഴിഞ്ഞ് മൂവ്മെൻറ്റ് ത്രൂ ലെഗ്സ്, ഫീറ്റ് ആൻഡ് ഫിൻസ്, അത് ഫിൻ ഉപയോഗിച്ചാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ റഫ് ഡയഗ്രത്തിൽ മീനിൻ്റെ പടം വരയ്ക്കണം. രണ്ടാമത്തെ പോണ്ട് ഹെറോൺ, കുളത്തിൻ്റെ അരികിലുമൊക്കെ വന്നിരിക്കുന്ന മുണ്ടി, അതൊരു തരം കൊക്ക. അതിന് പ്രത്യേകത മൗത്താണോ അല്ലെ ബീക്കാണോ? അപ്പോൾ അതിന് ബീക്കാണ്. ലോങ് ആൻഡ് പോയിൻറ്റഡ് ബീക്ക്, അതാണ്. മൂവ്മെൻറ്റ് ത്രൂ ലെഗ്സ്, ഫീറ്റ് ഓർ ഫിൻസ്, അവിടെ എഴുതേണ്ടത് തിൻ ലെഗ്സ് ആണ്, മെലിഞ്ഞ കാലുകളാണ്, നല്ല പൊക്കമുള്ള പക്ഷിയാണ്. അവിടെ നിങ്ങൾക്ക് ആ
മുണ്ടി പറന്നു പോകുന്ന പടം വരച്ചിട്ടുണ്ട്, കണ്ടില്ലേ? മൂന്നാമത്തത് നിങ്ങൾ തന്നെ ഒന്ന് എഴുതുക. നമുക്കവിടെ ഫ്രോഗ് എന്ന് പറയാം. ഫ്രോഗ്, റൗണ്ട് മൗത്ത് ഫേസിങ് അപ്വേർഡ്സ്, അങ്ങനെ ആയിക്കോട്ടെ. ദെൻ മൊമെൻ്റ് ഉള്ളത് ഫീറ്റാണ്. പിന്നെ ഒരു തവളയുടെ പടം വരയ്ക്കണം. നാലാമത് ഫ്രഷ് വാട്ടർ ടർട്ടിൽ ആയിക്കോട്ടെ, റൗണ്ട് മൗത്ത് ഫേസിങ് അപ്വേർഡ്സ്, അതിന് കുഴപ്പമില്ല, റൗണ്ട് മൗത്ത് എന്ന് പറയാം. അടുത്ത കോളത്തിൽ 4 legs എന്ന് എഴുതണം. അതിൻ്റെ അടുത്ത കോളത്തിൽ ഫ്രഷ് വാട്ടർ ടർട്ടിലിനെ അല്ലെ ആമയെ വരച്ച് കാണിക്കണം. ബാക്കിയുള്ളവ നിങ്ങൾ തന്നെയൊന്ന് ചെയ്തേ ശരിയാവും നോക്കട്ടെ. അടുത്ത ആക്ടിവിറ്റി ഇതുപോലുള്ളതാണ്. ഇതാണ് ഇവിടെ ടൈപ്സ് ഓഫ് പ്ലാൻ ഫ്ലോട്ടിങ് എബോവ് ദ വാട്ടർ നെയിംസ്. വാട്ടർ ലില്ലി കണ്ടില്ലേ, ലോക്കൽ നെയിം ആമ്പൽ. ദെൻ പ്ലാന്റ്സ് അണ്ടർ വാട്ടർ, ഹൈഡ്രില്ല പ്ലാന്റ്, ലോക്കൽ നെയിം മുള്ളൻ പായൽ. അടുത്തത് പ്ലാന്റ്സ് ഹൂസ് റൂട്ട്സ് ആർ ഇൻ ദ വാട്ടർ ബട്ട് ആർ സീൻ എബോവ് ദി വാട്ടർ. ഒന്ന് ലോട്ടസ്, താമര എന്ന അതിൻ്റെ ലോക്കൽ നെയിം. 2 വാട്ടർ ലില്ലി, ആമ്പൽ എന്നാണ് അതിൻ്റെ മലയാളം പേര്. അടുത്തത് നോക്കാം. ദ വാക്സി കോട്ടിംഗ് ഓൺ ലീവ്സ് മേക്ക് ദം വാട്ടർ പ്രൂഫ് ആൻഡ് കീപ്സ് ടു മച്ച് വാട്ടർ ഫ്രം ഗെറ്റിംഗ് ഇൻസൈഡ് ദ പ്ലാന്റ്. ആമ്പലിൻ്റെയും താമരയുടെയും ഒക്കെ ഇലയുടെ ഉപരിതലത്തിൽ കാണുന്ന വാക്സി കോട്ടിംഗ് ഇലയുടെ ഉള്ളിലേക്ക് കൂടുതൽ വെള്ളം കയറുന്നതിന് തടയുന്നു. അപ്പം അതിന് നല്ല കാര്യമല്ലേ. ഇറ്റ് കീപ്സ് ദം വാട്ടർ പ്രൂഫായിട്ട് സൂക്ഷിക്കും. ആൻഡ് കീപ്സ് ടു മച്ച് വാട്ടർ ഫ്രം ഗെറ്റിംഗ് ഇൻസൈഡ് ദ പ്ലാന്റ്, ചെടിക്കുള്ളിലേക്ക് കൂടുതൽ വെള്ളം കടന്നു കയറാതെ രക്ഷിക്കും. ദിസ് ഹെൽപ്സ് ദ പ്ലാന്റ് സ്റ്റേ ഹെൽത്തി, ഇത് ചെടിയെ ആരോഗ്യത്തോടെ സംരക്ഷിക്കും. ആൻഡ് നോട്ട് ഗെറ്റ് ഡാമേജ്, ചെടിക്ക് ഡാമേജ് ഉണ്ടാകാതെ സൂക്ഷിക്കും. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.